ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആയിട്ട് തന്നെയാണ്. എന്നും ലൈറ്റ് വെയിറ്റ് ആണെന്ന് വിചാരിക്കേണ്ട, ഇവിടെ ലൈറ്റ് വെയിറ്റ് എല്ലാത്ത ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകൾ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് കമ്മൽ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ പറ്റി നല്ല സൂപ്പർ കമ്മലുകളാണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ വീഡിയോക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടുത്തെ സ്കീമിനെ കുറിച്ച് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളടുത്ത് പറയാൻ അറിയില്ല. കാരണം ഈ ഒരു ഫീൽഡിൽ ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. അപ്പോൾ നമ്മുടെ സ്വന്തം രജിത ഇവിടെ വന്നിരിക്കുന്നുണ്ട്. രജിത ഒരു ഹായ് പറയൂ. ഹായ്. അപ്പോൾ രജിത നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് സ്കീമിനെ കുറിച്ചിട്ടും ഇവിടെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു 1 ഗ്രാമിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മലുകളും കാര്യങ്ങളും കാണാം. അതിനുശേഷം നിങ്ങൾക്ക് സ്കീമിനെ കുറിച്ച് പറഞ്ഞുതരും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല സൂപ്പർ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. കമന്റുകൾക്ക് പ്രത്യേകിച്ചും അതന്നെ. അതുപോലെ തന്നെ നിങ്ങളെ സ്കീം മാത്രം പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കമ്മലിന്റെ വീഡിയോ കൂടി ഇതിന്റെ കൂടെ ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറയാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ പറയില്ലേ ഇന്നിപ്പോൾ നാളെ കമ്മൽ കാണിക്കുമോ, നാളെ മാല കാണിക്കുമോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ചെയ്യാനുള്ള ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂടുകയാണ്. അപ്പം ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കമ്മൽ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കമ്മലായിട്ടാണ് വന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇങ്ങനെ ഒരുപാട് സൂപ്പറാണെന്ന് പറയുന്നില്ല, നിങ്ങൾ കണ്ടറിയണം അല്ലേ? അപ്പൊ കമന്റ് ഇടാൻ മറക്കണ്ട. ബാഡ് ആയാലും ഗുഡ് ആയാലും നിങ്ങൾക്ക് എല്ലാം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. നെഗറ്റീവും ഞങ്ങൾ നോക്കും. എന്നാൽ നിങ്ങൾ പറഞ്ഞാലേ ഞങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അതാണ്. അപ്പൊ അതാ നമുക്കിതാ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉള്ളതെല്ലാം ഒരുപാട് നമ്മളെ സെക്ഷനിലുണ്ട്. ഞാൻ കുറച്ചെണ്ണം നിങ്ങളെ കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ ഇതാ ഈ ഒരു കമ്മലൊക്കെ ഇതിങ്ങനെ ഒരു കൂട് ടൈപ്പൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ ഇതെല്ലാം ഞാൻ ഇതുപോലെ തൂക്കിയിട്ട് കാണിച്ചു തരുന്നില്ല, ഞങ്ങൾ കയ്യിൽ പിടിച്ച് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇതാ ഇത് നോക്കിയേ, ഒരൈറ്റം ഇങ്ങനെ 3 ഞാത്ത് വന്നിട്ട് അതിലിങ്ങനെ റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഓവൽ ഷേപ്പ് ആണ്. ഞാൻ റൗണ്ട് പറഞ്ഞ ഓവൽ പറഞ്ഞു, രണ്ടും ഒന്നാണെന്നാണ് റൗണ്ട് വേറെ ഓവൽ വേറെ. എന്തായാലും ഇവള് പറഞ്ഞത് നിങ്ങൾ വെച്ചോളിട്ടോ, ഞാൻ ഒരു പൊട്ടത്തിയാണ്. അപ്പൊ അതാ കൂട്ടുകാരെ നോക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓവൽ ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ 3 ഞാത്തൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നമുക്ക് ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് എല്ലാം വരുന്നത്. അതെ, ഇവള് പൊട്ടത്തിയല്ല, ഇവള് കാഞ്ഞ വിത്താണ്, അറിയാനിട്ടാണ്. ഞാനാണ് ഒരു പാവം. ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഇത് നോക്കി നല്ല സ്റ്റാർ വന്നിട്ട് 3 ഞാത്ത് വന്നിട്ടുണ്ട്. നല്ല സ്റ്റാർ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ സെയിം നമ്മളെ കുഞ്ഞു മക്കൾക്ക് ഇപ്പൊ കാതുകുത്തിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലും ഉണ്ട്. ഇതാ കാണിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ഓവൽ ഷേപ്പ് കാണിച്ചില്ലേ, അതിൻ്റെ വേറെ ടൈപ്പ് കുഞ്ഞു മോൾക്കൊക്കെ പറ്റിയത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ചെറിയൊരു ഇതൊക്കെ ഇടാൻ പറ്റും, തീരെ വെയിറ്റും ഇല്ല, നല്ല ഭംഗിയും ഉണ്ടാവും കുഞ്ഞു മക്കളെ കമ്മൽ ഇങ്ങനെ കാതിലിങ്ങനെ കാണുമ്പോൾ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ ഇതാണ് രജിതക്ക് ഇഷ്ടപ്പെട്ടത്. 2 കുട്ടികൾക്ക്, അതായത് നമ്മള് സ്കൂളിൽ പോകുന്ന കുട്ടികള് അങ്ങനെ കണ്ടാവില്ലേ, 2 ഞാത്ത് വന്നിട്ട് അതിൽ ഇതുപോലെ ഒരു സ്റ്റാർ വന്നിട്ട്. അപ്പൊ 3 ഞാത്തിൽ വരുന്നുണ്ട്, 2 ഞാത്തിൽ വരുന്നുണ്ട്, 1 ഞാത്തിലും വരുന്നുണ്ട് അല്ലെ. ഒരു തൂക്ക് ഇങ്ങനെ ഞാത്തുന്ന തൂക്കുന്ന അതന്നെ ആ സംഭവം തന്നെ കേട്ടോ. അതന്നെ. പിന്നെ നമുക്ക് റിങ് വരുന്നുണ്ട് ഇതുപോലെ ബ്ലാക്ക് ഒരു കരിമണിയുടെ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് റിങ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. വൈറ്റിൽ വരുന്നുണ്ട്. റിങ് അതാ ഊരി പോവില്ല. ഒരുപാട് പ്രത്യേകതകളുണ്ട്. റിങ് കൂടുതൽ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഷോപ്പിൽ എന്തായാലും വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മളെ ഷോപ്പ് എവിടെയെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനാണ് കരുതണത്. നമ്മുടെ എടപ്പാൾ നടുവട്ടത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. നമ്മളെ എടപ്പാൾ നടുവട്ടം തൃശ്ശൂർ റോട്ടിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത് കേട്ടോ. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്. നമ്മൾ ഈ ദൂരെയുള്ള ആൾക്കാരുടെ ആയതുകൊണ്ടാണ് മലപ്പുറം ജില്ല എന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ അടുത്തുള്ള എല്ലാവർക്കും അറിയാം. നമ്മളെ എടപ്പാൾ അടുത്ത് എനിക്കൊരു വരുന്നുണ്ട് പല ജില്ലകളിൽ നിന്ന്. അപ്പൊ അവർക്ക് അറിയില്ല അത് എവിടെയാണ്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ല എടപ്പാൾ നടുവട്ടം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. കണ്ട രജിത വന്നതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അതാണ് രജിത. അപ്പൊ നോക്കി ഇത് നമ്മള് കാണിച്ചല്ലേ, പക്ഷെ എന്നെക്കാളും പവറായി വരുന്നു. ഇതൊക്കെ 3 ഞാത്ത് വന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇനി ഞാൻ ഈ ഒരു വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. 1 ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് സ്കീമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് രജിത ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഞാൻ സൈലന്റ് ആയിരിക്കും കേട്ടോ. സൈലന്റ് ആവണ്ട. അപ്പം രജിത
നമ്മളെ ഷോപ്പിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്കീമിനെ കുറിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെ സ്കീമിനെ കുറിച്ചിട്ടും സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ഇത് അവസാനം വരുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ്, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഷോപ്പിൽ സ്കീം വർഷങ്ങളായിട്ടുണ്ട്. ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്കീമുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നുള്ള കാര്യം അറിയില്ല. എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്കൊക്കെ അറിയാം. കാരണം ഇപ്പോൾ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇത് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അവരെല്ലാവരും കമൻറ്റ് ചെയ്യണം, പ്രത്യേകം എടുത്ത് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ സ്കീം എന്ന് പറയുന്നത്, നമ്മുടെ സ്കീമിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, ഇപ്പോൾ റേറ്റ് ഗോൾഡിൻ്റെ റേറ്റ് എങ്ങോട്ട് വരെ എത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പിടിയില്ല. കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറയുന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഏറി വന്ന ഒരു 200-100 കുറഞ്ഞെങ്കിൽ കൂടി പിന്നെ അതിന്റെ ഡബിൾ ആയിട്ട് കൂടും. 5-6 വർഷം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കൂടി വരികയാണ്. 10,000 ഒക്കെ വെച്ചിട്ടാണ് കൂടുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പഠിച്ചോനെ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിക്കേണ്ട. ഞാൻ പറയുമ്പോ ഇവരെന്താ ചെയ്യണ വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്കീം കൂടിയിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മളെ കൊണ്ട് ഉള്ളത്, ഇപ്പൊ നമ്മള് ചിലവരൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചില ലേഡീസ് ഒക്കെ പറയും ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറയും. ഞാൻ പറയുമ്പോൾ നമ്മൾ ഹസ്ബൻഡുമാര് ഗൾഫിൽ നിന്ന് നമുക്ക് ഒരുപാട് പൈസ അയച്ചിട്ട് ചെലവിനും കാര്യങ്ങളൊക്കെ പൈസ അയച്ചു ആ പൈസ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്ന് 500 ചെലവാക്കുന്നിടത്ത് ഒരു 410 ചെലവാക്കിയാലും ബാക്കി എടുത്ത് വെച്ചിട്ട് കൂട്ടി വെച്ച് ഒരു മാസം ആകുമ്പോൾ എങ്ങനെയെങ്കിലും നമുക്കൊരു 1000 രൂപ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് വരുമ്പോൾ ഈ ഒരു സാധനം അങ്ങോട്ട് എടുത്തു കൊടുക്കുമ്പോൾ അവര് നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ഒരിക്കലും വഴക്ക് പറയില്ല, ഫുൾ സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലെ. ഞാൻ ഒരുപാട് പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശീലം നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ഗോൾഡിന്റെ കാര്യത്തിൽ നമ്മുടെ വരും കാലത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത്, അത് നമുക്കൊരു ഉള്ളത് എത്രയാണെങ്കിലും നല്ലതാണ്. അതിപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ക്യാഷ് ആക്കി മാറ്റണ ഒരു ആവശ്യം വന്നു, നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുതൽ കൊണ്ടുവെക്കുക, ആ ക്യാഷ് വാങ്ങുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അതൊരു എപ്പോഴും ഒരു അസറ്റ് ആണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ട ഒരു സാധനം. നമ്മളിപ്പോ പലരും പറയുന്നേക്കാം അയ്യോ റേറ്റ് ഇങ്ങനെ കൂടി വരികയാണ്, ഇനി ഒരു തരി പൊന്നി എടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ എടുക്കാൻ പറ്റും. 1000 രൂപയ്ക്ക് നമുക്ക് ഗോൾഡ് എടുക്കാം. അതാണ് സ്കീമിന്റെ പ്രത്യേകത. 1000-ന് നമുക്ക് ഗോൾഡ് എടുക്കാം, 2000-ന് ഗോൾഡ് എടുക്കാം. അതെങ്ങനെയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സ്കീം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ കാലാവധി 1 year ആണ്. നമ്മുടെ സ്കീമിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് നമ്മൾ ഓരോ മാസം ക്യാഷ് അടയ്ക്കുമ്പോൾ അന്നത്തെ റേറ്റിനുള്ള വെയിറ്റ് മാറ്റി വെക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1000-ന് നമുക്ക് എവിടെന്നെങ്കിലും ഗോൾഡ് കിട്ടുമോ? ഇല്ലല്ലോ. അതെ. പക്ഷെ നമുക്ക് സ്കീമിൽ കൂടെ നമുക്ക് ഗോൾഡ് കിട്ടും. നമ്മൾക്ക് ഇന്നൊരു 1000-ന്റെ സ്കീമിൽ ചേർന്നു, അല്ലെങ്കിൽ ഒരു 2000-ന്റെ സ്കീമിൽ ചേർന്നെങ്കിൽ അന്നത്തെ റേറ്റിനുള്ള വെയിറ്റ് മാറ്റി വെക്കുക നമ്മൾ ചെയ്യുന്നത്. വെയിറ്റ് ആയിട്ടാണ് നമ്മുടെ ജ്വല്ലറി മാറ്റി വെക്കുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ ക്യാഷ് നമ്മൾ ഗോൾഡ് ആയിട്ട് അവരുടെ പേരിൽ കരുതി വെക്കുന്നു. ഒരു ഡൗട്ട് വെച്ചോട്ടെ, നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു ഡൗട്ട് വെക്കുകയാണ്. അപ്പൊ നമ്മളൊരു കസ്റ്റമർ നമുക്ക് 1000 രൂപ ഈ ഒരു മാസം തന്നു. അപ്പൊ അവര് തന്ന ക്യാഷ് ആയിട്ടല്ല അവർക്ക് കൊടുക്കുന്നത്, അവരുടെ ഗോൾഡ് ആയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി. അത് എത്ര മില്ലിയാണോ എത്രയാണോ നിങ്ങൾ അടക്കുന്ന പൈസക്ക് അനുസരിച്ചിട്ടായിരിക്കും അല്ലെ മാറ്റി വെക്കുന്നത്. നമ്മള് 1000 അടയ്ക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് 1000 വളരെ ചെറുതാണ്. ഇപ്പൊ 1000-ൽ കൂടുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പൊ ഒക്കെ വലിയ എമൗണ്ട് ആണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം റേറ്റ് ഇങ്ങനെ കൂടുമല്ലോ. അപ്പൊ വെയിറ്റ് കുറയുമല്ലോ 1000 അടച്ചിട്ട്. കൂടുതൽ പേരുണ്ടല്ലോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ഉറപ്പിച്ചിട്ടവരാണെങ്കിൽ അവര് പെട്ടെന്ന് ഒരു സ്കീമിൽ 25-ന്റെ 50,000-ന്റെ ഒക്കെ സ്കീം അവർ അങ്ങ് ചേർന്നിടും. ചിലപ്പോൾ നമ്മുടെ വോയിസ് ആണ് പ്രത്യേകം കേൾക്കേണ്ടത് അല്ലേ. അതെ. അപ്പൊ അവർ സ്കീം ചേർന്നിട്ട് നമ്മുടെ സ്കീമിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1 year ആണ് കാലാവധി എന്ന് പറഞ്ഞത്. മിനിമം കാലാവധിയാണ് 1 year. 1 year കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബെനിഫിറ്റ് കൂടുതലാണ്. 1 year കഴിഞ്ഞാൽ നോർമൽ മോഡൽസിനെല്ലാം നമുക്ക് പണിക്കൂല പർച്ചേസ് ചെയ്യാം. GST മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ. പക്ഷേ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി 1 year കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡ് എടുക്കുമ്പോൾ നമ്മുടെ ഗോൾഡിന്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ആ കൂടിയ റേറ്റ് നമ്മളെ ബാധിക്കുന്നില്ല. വെയിറ്റ് ആയിട്ടാണല്ലോ നമ്മൾ ഓരോ മാസം കാണിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ഗോൾഡ് റേറ്റ് നമ്മളെ ബാധിക്കില്ല. നമ്മൾക്ക് എത്ര വെയിറ്റ് ആയിട്ടുണ്ടോ അത്രയും വെയിറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല നിങ്ങളിത് ചേർന്ന് കഴിഞ്ഞാല് രജിത നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡെയിലി എല്ലാ അപ്ഡേഷനും ഇന്ന് ഗോൾഡിന്റെ റേറ്റ് ഇതാണ്, ഇന്ന് ഗോൾഡിന്റെ റേറ്റ് ഇതാണ്, ഇന്ന് കൂടിയിട്ടുണ്ട്, ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറഞ്ഞ ടൈമിൽ ഇവള് പ്രത്യേകം പറയും ഇന്ന് ക്യാഷ് അയച്ചോളൂ, നിങ്ങൾക്ക് ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആ കുറഞ്ഞ ടൈമിൽ കൊടുക്കുന്ന ആ പൈസക്കുള്ള മൂല്യം നമ്മുടെ ബുക്കിൽ നമുക്ക് വരികയാണ്. നമ്മളിവിടെ നമ്മുടെ സിസ്റ്റത്തിലും
അപ്ഡേറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ കളക്ഷൻ ഏജന്റിനെ വിട്ട് ക്യാഷ് എടുപ്പിക്കുന്നല്ല. കാരണം കളക്ഷൻ ഏജന്റ് വരുമ്പോൾ ചിലപ്പോൾ അന്ന് റേറ്റ് കൂടിയ ദിവസമായിരിക്കും. അപ്പൊ നമ്മളത് ക്യാഷ് കൊടുക്കേണ്ടി വരും, നമുക്ക് പോയി അടയ്ക്കാനും പറ്റില്ല. പിന്നെ ഇപ്രാവശ്യം കളക്ഷൻ ഏജന്റ് വന്നു, നമ്മളവിടെ ഇല്ല, നമ്മളത് അടുത്ത മാസത്തിനോ അല്ലെങ്കിൽ നമുക്ക് പോവാനുള്ള മടി കൊണ്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഞങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരും, നിങ്ങൾ ക്യാഷ് അയക്കുക, അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിടുക, അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ ബിൽ എൻട്രി ചെയ്ത് കൊടുക്കും. അതിന്റെ അപ്പൊ തന്നെ കസ്റ്റമർക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ഞങ്ങളെ സ്കീമിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വന്നത്. ഇനി ഈ ഒരു വീഡിയോ ഞങ്ങൾ ലെങ്ത് കൂട്ടുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അല്ല, നമുക്ക് ഇനി നമ്മുടെ 1 വർഷമാണ് മിനിമം കാലാവധി. വെയിറ്റ് ആയിട്ടാണ് ഞങ്ങൾ മാറ്റി വെക്കുന്നത്. പിന്നെ 1000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര വരെ? പിന്നെ നമ്മള് 6 മന്ത് വരെ, നമ്മൾ ചേർന്നിട്ട് 6 മാസം വരെ നമുക്ക് ക്യാഷ് എത്ര വേണമെങ്കിലും കൂട്ടിയടയ്ക്കാം. പിന്നെ സ്കീമിന്റെ എമൗണ്ടിന് ലിമിറ്റ് ഇല്ല. 1000 ചെറുതാണ്, 1000 മുതൽ 50,000 1 lakh വരെ മന്ത്ലി അടയ്ക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. കല്യാണമൊക്കെ ഉള്ളവരാണെങ്കിൽ 1 വർഷം മുന്നേ തന്നെ വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ്, ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഒരു നീക്കിയിരിപ്പ് മാത്രം. അത് ഞാൻ പറയുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നവർ കൂടുതൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കാതെ അവർക്കൊരു സസ്പെൻസും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കിട്ടുന്നതിൽ നിന്ന് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് മാത്രം കരുതട്ടെ. അപ്പം നമ്മളൊക്കെ 2000-3000 രൂപക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ടല്ലേ, അതൊന്നൊക്കെ ഒരു ഡ്രസ്സ് നമുക്ക് ഭാവിക്ക് സമ്പാദ്യമല്ല, അപ്പത്തെ സ്റ്റൈല് മാത്രമാണ്. അപ്പൊ അതൊന്നെങ്കിലും എന്തെങ്കിലും ഒരു മിച്ചം വെച്ചിട്ട്, ഇപ്പൊ നമ്മളെ ചില വീടുകളിലൊക്കെ കാണാം, ഡപ്പകളിലൊക്കെ നമ്മളിങ്ങനെ മിച്ചം വെക്കും, അതുപോലൊക്കെ ചെയ്യാൻ നിങ്ങൾക്കും പറ്റും. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇനി വീണ്ടും രചിത വരും. ഒരുപാട് വേറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിപ്പോ ചെറിയൊരു എന്താ പറയാ തുടക്കം മാത്രമാണ്. ഇനിയിപ്പോ ഇതിൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ പകുതി മാത്രം പറഞ്ഞു നിർത്തുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളിത് ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയിക്കും. നമ്പർ പ്രത്യേകം കൊടുക്കണേ, എന്റെ നമ്പർ പ്രത്യേകം കൊടുക്കണം, കസ്റ്റമേഴ്സിനോട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിച്ചു. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരാം, അല്ല ഇതിൽ ഞാൻ കൊടുക്കാം. അത് മാത്രമല്ല, ഇനിയും ഇവിടെ നമുക്ക് ഗോൾഡ് അഡ്വാൻസ് ചെയ്യുന്ന സംഭവമുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ പറയാൻ രചിത വഴിയേ വരും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് രചിതയുടെ അവതരണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. അപ്പൊ ടാറ്റാ.